വെള്ളാപ്പള്ളി നടേശനെതിരെ SNDP സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ വെള്ളാപ്പള്ളിയുടെ ശൈലികൾ കേരള സമൂഹത്തെ ഉത്കണ്ഠപ്പെടുത്തുന്നതാണെന്ന് സംഘടനകൾ അറിയിച്ചു. വെള്ളാപ്പള്ളിയും അനുചരന്മാരും കുടുംബവും ശ്രമിക്കുന്നത് അവരുടെ നേട്ടമാണ്. വെള്ളാപ്പള്ളി ബാറും ഹോട്ടലുമാണ് ആവശ്യപ്പെടുന്നത്. വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ വേദനയുണ്ടായവരോട് മാപ്പ് പറയുന്നുവെന്നും വിവിധ സംഘടനകൾ അറിയിച്ചു. 100-ലധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാൻ വേണ്ടിയിട്ട് വാസവൻ മന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് പട്ടും വളയും ചാർത്താൻ വേണ്ടിയിട്ട് കടിച്ചുവിളക്കയിലേക്ക് തീർത്ഥാടനം പോകുന്നത് കാണുകയുണ്ടായി. വളരെ ഖേദകരമാണ്. ഏതാണ്ട് നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, കഴിഞ്ഞ ദിവസമാണ് SNDP സംരക്ഷണ സമിതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പുറകെ വിവിധ സംഘടനകൾ വെള്ളാപ്പള്ളി നടേശനെതിരെ തിരിയുകയാണ്. എന്താണ് വാർത്താ സമ്മേളനത്തിൽ ഇവർ അറിയിച്ചിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് അറിയിക്കുന്നത്? ശ്രീനാരായണ സേവാ സംഘം, ശ്രീനാരായണ സഹോദര ധർമ്മവേദി, SNDP സംരക്ഷണ സമിതി, ശ്രീനാരായണ ധർമ്മോദ്ധരണ സമിതി, SNDP യോഗം, SN ട്രസ്റ്റ് എന്നീ സംഘടനകളാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത്. വെള്ളാപ്പള്ളിയുടെ ശൈലികൾ കേരള സമൂഹത്തെ ഉത്കണ്ഠപ്പെടുത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. സമുദായത്തിന്റെ നേതാവായിരുന്ന് എന്ത് നേടി എന്ന് പറയാൻ വെള്ളാപ്പള്ളിക്ക്, സമുദായത്തിന് വേണ്ടി എന്ത് നേടി എന്ന് പറയാൻ വെള്ളാപ്പള്ളിക്ക് ആകുന്നില്ലെന്നും വെള്ളാപ്പള്ളിയും കുടുംബവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുചരന്മാരും ഒക്കെ ശ്രമിക്കുന്നത് അവരുടെ നേട്ടം മാത്രമാണെന്നും ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടത്തിയൊരു പരാമർശമായിരുന്നു, അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്ന സ്ഥാപനങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നില്ല. പക്ഷേ ഈ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പ്രധാന വിമർശനം വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയല്ല അനുമതി വാങ്ങുന്നതെന്നും ബാറുകളും ഹോട്ടലുകളും നടത്താനാണ് ആവശ്യപ്പെടുന്നതെന്നും ആ അനുമതികൾ അദ്ദേഹത്തിന് കൃത്യമായി സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോയതിനെ അല്ലെങ്കിൽ CPM അദ്ദേഹത്തെ അനുകൂലിക്കുന്നതിനെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 100-ലധികം കേസുകളിൽ പ്രതിയായ ഒരാൾക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പട്ടും വളയും ചാർത്തി സ്വീകരണം നൽകുന്നു എന്നാണ് വലിയ വിമർശനം ഉണ്ടാകുന്നത്. തട്ടിപ്പുകാരനും മോഷ്ടാവുമായിട്ടുള്ള ഒരാൾ അയാൾ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയത് മുഖ്യമന്ത്രി തന്നെ തിരുത്തണമെന്നാണ് പത്രസമ്മേളനത്തിലൂടെ ഇവർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ SNDP യോഗത്തിൽ തന്നെ കഴിഞ്ഞ 6 വർഷമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ലെന്നും എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം നൽകിയ ഹൈക്കോടതി വിധി അട്ടിമറിച്ചുവെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നിയമം നൽകിയത്.